അതിൽ പറയുന്ന കൂട്ടത്തിൽ വളരെ കർക്കശക്കാരായ അമ്മാവന്മാർ, തറവാട്ട് കാരണവന്മാർ, അമ്മാമ എന്നാ പറയുക, തേച്ചും പറയൂല. അത് ആ ശീലമാണ്, ആ സമ്പ്രദായം, ആ രീതി എങ്ങനെയാണ്. അപ്പന അബ്ധ എന്ന് പറയുന്ന പല്ലില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അത് കേട്ടപ്പോൾ പിന്നെ എല്ലാവരും അപ്പ അങ്ങനെ പറയുന്ന രീതി ചോദ്യം ചെയ്യാൻ പാടില്ല. തിരുവായിക്ക് എതിർവായില്ലാത്ത കാലം, കൊല്ലിനും കുലക്കും അധികാരം ഉണ്ടായിരുന്ന നാലുകെട്ടിൽ അധിവസിക്കുന്ന അമ്മാമ്മമാരുടെ കാലത്ത് അമ്മാമ എന്ന് പറഞ്ഞാൽ എല്ലാം ആയി. ആ അമ്മാവൻ എന്തിനും ഏതിനും കണക്ക് പറയുന്ന ആള്. ഒരാൾക്കും അദ്ദേഹത്തിന് മുമ്പിൽ നേരാവണ്ണം നിൽക്കാനോ പറയാനോ ചോദിക്കാനോ ഒന്നും അവകാശമില്ലാത്തിരുന്ന ആള്. അവസാനം അയാളെ പാഷാണം കൊടുത്തിട്ട് മരുമക്കൾ കൊന്നു എന്നതിൻ്റെ ഒരു പരാമർശമുണ്ട്. അങ്ങനെ ഒരു മരണം അദ്ദേഹം MT ഓർക്കുന്നുണ്ട്. അതുപോലെ വേറൊരു അമ്മാവനുണ്ട്. ആ അമ്മാവൻ ഇഷ്ടംപോലെ തെങ്ങും കവുങ്ങും വിഭവസമൃദ്ധമായ ഉൽപ്പന്നങ്ങളുടെ ഒരു ലോകത്തല്ലേ ഇവരുടെ വിഹാരം. അടക്ക പെറുക്കി വിറ്റ് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി ചെമ്പുരുടിയിലാക്കി കുഴിച്ചിട്ടു. അങ്ങനെ കുഴിച്ചിട്ട് ഇയാൾക്ക് കുറെ കഴിഞ്ഞപ്പോൾ ഭ്രാന്തായി പോയി. വയസ്സുമായി, ഭ്രാന്തുമായി. കുഴിച്ചിട്ടൊന്നും ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടിയില്ല കുഴിച്ചിട്ട്. പക്ഷെ ഇത് എവിടെയാ കുഴിച്ചിട്ട്, എന്താ കുഴിച്ചിട്ടതെന്നും ആർക്കും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് അതിപ്പോൾ എവിടെയാ ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഇദ്ദേഹത്തിന് പ്രായമായി, ഭ്രാന്തായിപ്പോൾ എന്താ ചെയ്യുന്നത്? രാവിലെ പകലെന്നോ ഇല്ല, രാത്രിയൊന്നും ഇല്ല, കൈക്കൊണ്ട് കൊടുത്തിട്ട് കിടക്കാൻ പോയി. കളിച്ച് അയാൾ മരിച്ചു. ഇപ്പോഴും അവിടെയുള്ള പിൻതലമുറയിൽപ്പെട്ട കുട്ടികളുടെയും സ്ത്രീകളുടെയും എല്ലാം ധാരണ ഈ അമ്മാവൻ രാത്രിയും വന്നിട്ട് കളിക്കുന്നുണ്ടാകും, അതുകൊണ്ട് പുറത്തിറങ്ങാൻ ഭയമാണ്. ഇതൊക്കെയാണ് അന്നത്തെ അമ്മാവന്മാരുടെ കലാപരിപാടികൾ. ഇദ്ദേഹം ജനിച്ചത് നാലുകെട്ടിലൊന്നുമല്ല. നാലുകെട്ടിന് ഇപ്പം പറഞ്ഞില്ലേ, കയ്യാലപ്പുര, അങ്ങനെ പുര, ഇങ്ങനെ പുര, കുറേ പുരകളുണ്ടല്ലോ. അതിൽ കൊട്ടിൽ എന്ന് പറയുന്ന അങ്ങ് അത്രാണ്ട് ഇവരുടെ അടുത്തല്ലാത്ത ഒരു അകലം പാലിക്കുന്ന ഒരു കെട്ടിടത്തിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. അവിടെ അപ്പുണ്ണിയാണ് ഇതിൽ കേന്ദ്ര കഥാപാത്രം. അപ്പുണ്ണിയും അപ്പുണ്ണിയുടെ അമ്മ പാറുക്കുട്ടിയും ഒരു മുത്തശ്ശിയുണ്ട്. ആ മുത്തശ്ശി തലയുമായിട്ടാണ് കഴിയുന്നത്. അപ്പോ അവിടെയാണ് ഇവന്റെ തന്റെ ജീവിതം, തന്റെ വളർച്ച ഒക്കെ അവിടെ വെച്ചാണ് നടക്കുന്നത്. ഈ വളർച്ചക്കിടയിൽ അദ്ദേഹത്തിന് എഴുതാനും അതുപോലെ തന്നെ അറിയാനുമുള്ള ജിജ്ഞാസ ഉണ്ടായത് ഈ കുടുംബത്തിലുള്ള ഓപ്പോളുമാര് ഇവരോട് പറയും, അന്ന് വായിക്കാൻ കിട്ടുന്ന പുസ്തകങ്ങൾ വളരെ വിരളമാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് ഇവരുടെ ബന്ധുക്കളും മറ്റാളുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നീ ആ പുസ്തകം പോയി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വാസുവിനെ പറഞ്ഞേക്കുക. വാസു ഒറ്റ ഓട്ടത്തിന് പോയിട്ട് അവിടെ പോയിട്ട് പുസ്തകം വാങ്ങിയിട്ട് തിരിച്ച് ഒപ്പോൾമാർക്ക് കൊണ്ട് കൊടുക്കും. അതുപോലെ ഒപ്പോൾമാർ വായിച്ച പുസ്തകം തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇയാൾക്ക് ഇങ്ങനെ ഈ പുസ്തകം കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ശീലമായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ഈ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യുന്ന ഈ പുസ്തകത്തിൽ എന്താണ് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസയാണ് വാസുവിനെ എഴുത്തുകാരനാക്കിയത് എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു.